നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂരിൽ CPIM-ഉം BJP-യും തമ്മിൽ അന്തർധാരയുണ്ടെന്ന് വ്യക്തമായതായി കെ മുരളീധരൻ. സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള മേയർ MK വർഗീസിന്റെ തുറന്നുപറച്ചിൽ മുഖ്യമന്ത്രിയുടെ മനസ്സിലിരിപ്പാണെന്നും മുരളി. തൃശൂർ പൂരത്തിന് നാളെ കൊടിയേറും. പ്രധാന പങ്കാളിത്തം വഹിക്കുന്ന പാറമേക്കാവ്, തിരുവമ്പാടി ക്ഷേത്രങ്ങളിലും ഘടകപൂരങ്ങളായി പങ്കെടുക്കുന്ന 8 ക്ഷേത്രങ്ങളിലുമാണ് പൂരം കൊടിയേറുന്നത്. ഈ മാസം 17-ന് സാമ്പിൾ വെടിക്കെട്ട്, പുരാഘോഷം 19-ന്. എടപ്പാൾ വട്ടംകുളം ചിറ്റഴിക്കുന്നിൽ ഗർഭിണിയെ കെട്ടിയിട്ട് സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. തറവട്ടത്ത് വിശാഖിന്റെ ഭാര്യ രേഷ്മയുടെ ആഭരണങ്ങളാണ് മോഷ്ടാവ് കവർന്നത്. പോലീസ് അന്വേഷണം ഊർജിതം. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലായാണ് തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷിക്കുന്നത്. തിരുനാൾ CCTV പ്രാദേശികം ചാനലിലൂടെ ശനി, ഞായർ ദിവസങ്ങളിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. വിശദമായ വാർത്തയിലേക്ക്. ആദ്യം തെരഞ്ഞെടുപ്പ് വിശേഷം. തൃശൂരിൽ CPIM-ഉം BJP-യും തമ്മിൽ അന്തർധാരയുണ്ടെന്ന് വ്യക്തമായതായി കെ മുരളീധരൻ. സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള മേയർ MK വർഗീസിന്റെ തുറന്നുപറച്ചിൽ മുഖ്യമന്ത്രിയുടെ മനസ്സിലിരിപ്പാണ്. സുനിൽകുമാർ ഇനി എന്തിനു വേണ്ടിയാണ് മത്സരിക്കുന്നത്? സുനിൽ കൂടി ഉൾപ്പെട്ട മുന്നണിയുടെ മേയറാണ് പറയുന്നത് സുരേഷ് ഗോപിയിലൂടെയേ വികസനം നടപ്പാകൂ എന്ന്. കെ മുരളീധരൻ മാത്രം തോൽക്കണമെന്നല്ല മേയർ പറഞ്ഞത്, സുനിൽകുമാറും തോൽക്കണമെന്നാണ്. തൃശൂരിൽ BJP തോൽക്കണമെങ്കിൽ UDF ജയിക്കണം, ഇല്ലെങ്കിൽ LDF-ന്റെ സർവനാശമായിരിക്കും. ഇടതുപക്ഷക്കാർ തൃശൂരിൽ UDF-ന് വേണ്ടി രംഗത്തിറങ്ങണമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. തുടക്കം മുതൽക്ക് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, അന്തർധാരയിൽ. അതാണ് മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ 2 ആഴ്ചത്തെ സ്റ്റേറ്റ്മെൻറ്റ് പോലെ മോഡിയെക്കുറിച്ചൊന്നും പറയുന്നില്ല. മുഴുവൻ കുറ്റവും രാഹുൽ ഗാന്ധിക്ക്, കോൺഗ്രസ്. അതിൻ്റെ അർത്ഥം ഈ പറയുന്ന 2 കേസുകളാണ്. അരവിന്ദ് കെജ്രിവാളിനെ പോലെ ഫൈറ്റ് ചെയ്ത് ജയിലിൽ പോകാൻ പിണറായി തയ്യാറല്ല. അതുകൊണ്ട് അദ്ദേഹം കോംപ്രമൈസ് ചെയ്യാണ്. അതിൻ്റെ ശബ്ദമാണ് ഇന്ന് മേയറിലൂടെ വന്നത്. അതായത് ഇപ്പോൾ മേയർ എന്ന് പറയുന്നത് സുനിൽകുമാർ ഉൾപ്പെട്ട ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം മേയറായത്. അദ്ദേഹത്തിനെ മേയറാക്കാൻ ഏറ്റവും മുൻകൈ എടുത്ത് അന്ന് ഇവിടെ മന്ത്രിയായിരുന്ന സുനിൽകുമാറാണ്. ഇപ്പോൾ ആ മേയർ പറയുന്നു സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കണം, വികസനം വേണമെങ്കിൽ സുരേഷ് ഗോപി ജയിക്കണം. അപ്പോൾ മേയർ പറയുന്നതിൻ്റെ അർത്ഥം മുരളീധരൻ മാത്രം തോൽക്കണം എന്നല്ല, സുനിൽകുമാറും തോൽക്കണം എന്നാണ്. അപ്പോൾ ചിത്രം വ്യക്തമായി, അന്തർധാര വ്യക്തമായി. അതുകൊണ്ട് ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, ഇടതുപക്ഷം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ഇടതുപക്ഷക്കാരുണ്ട്. അവർ UDF-നെ സഹായിക്കുക, അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്താലും ഇടതുപക്ഷത്തിൻ്റെ CPM-ൻ്റെ പിണറായി വിജയൻ്റെ വലിയൊരു ഭാഗം ആളുകൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ സുരേഷ് ഗോപി ജയിക്കുന്ന അന്തരീക്ഷം ഉണ്ടാവും. അതുണ്ടാവാതിരിക്കണമെങ്കിൽ എല്ലാവരും UDF-നെ സഹായിക്കണം. ഞങ്ങൾ മാക്സിമം ഫൈറ്റ്. സുനിൽകുമാറിന്റെ വിജയത്തിനായി ഒത്തുകൂടി സ്നേഹ സൗഹൃദങ്ങൾ. കലാലയ സൗഹൃദങ്ങളുടെ നേതൃത്വത്തിൽ തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടന്ന സാംസ്കാരിക മഹാസംഗമത്തിനെത്തിയത് ആയിരങ്ങൾ. 80-കൾക്ക് മുമ്പും ശേഷവും ക്യാമ്പസുകളിൽ വിപ്ലവേതിഹാസം രചിച്ചവർ തേക്കിൻകാട് മൈതാനത്ത് വീണ്ടും ഒത്തുചേർന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട ചങ്ങാതി VS സുനിൽകുമാറിന്റെ വിജയം ഉറപ്പിക്കാനായാണ് അവർ കുടുംബസമേതം ഒത്തുചേർന്നത്. കലാലയ സൗഹൃദം സാംസ്കാരിക മഹാസംഗമം തെക്കേ ഗോപുരനടയിൽ കവി K സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. കേരളവർമ്മ, സെന്റ് തോമസ്, സെന്റ് അലോഷ്യസ്, SN നാട്ടിക, ഗുരുവായൂർ ശ്രീകൃഷ്ണ തുടങ്ങിയ കലാലയങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങിയവരാണ് തേക്കിൻകാട് മൈതാനത്ത് സംഗമിച്ചത്. വിദേശങ്ങളിൽ തൊഴിലെടുക്കുന്നവർ, ശാസ്ത്രജ്ഞർ, ഡോക്ടർമാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, തൊഴിലാളികൾ, യുവതീ യുവാക്കൾ തുടങ്ങിയ സമൂഹത്തിന്റെ പരിച്ഛേദം തന്നെ മഹാസംഗമത്തിൽ അണിനിരന്നു. സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സൺ PR പുഷ്പാവതിയുടെ ആസാദി ഗാനാലാപനത്തോടെയാണ് സംഗമത്തിന് തുടക്കം കുറിച്ചത്. സാറ ജോസഫ്, ആലങ്കോട് ലീലാകൃഷ്ണൻ, TD രാമകൃഷ്ണൻ, മട്ടന്നൂർ ശങ്കരൻകുട്ടി, അശോകൻ ചെരുവിൽ, BK ശ്രീരാമൻ, PT കുഞ്ഞുമുഹമ്മദ്, കരിവെള്ളൂർ മുരളി, CP അബൂബക്കർ, ടെലിഗ്രാഫ് മുൻ എഡിറ്റർ R രാജഗോപാൽ, റഫീഖ് അഹമ്മദ്, പ്രിയനന്ദൻ, ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, അഷ്ടമൂർത്തി, BK ഹരിനാരായണൻ, C രാവുണ്ണി, PS ഇക്ബാൽ, NR ഗ്രാമപ്രകാശ്, ആശ ഉണ്ണിത്താൻ, TR അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സംഗമത്തിനെത്തിയവർ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഒരേ മനസ്സോടെ ഉറക്കെ ചൊല്ലി. എല്ലാവരെയും സഖാവ് K രാധാകൃഷ്ണനെയും എൻ്റെ പ്രിയ സഖാവ് രാധാകൃഷ്ണനെയും രവീന്ദ്രൻ മാഷടക്കമുള്ള
മുഴുവൻ സഖാക്കളെയും നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ കഴിയണം. 2019 നമുക്ക് ഒരു സീറ്റ് മാത്രമേ കിട്ടിയുള്ളൂ എങ്കിൽ 2024 നമുക്ക് ഒരു സീറ്റ് പോലും നഷ്ടപ്പെടാതെ 20 സീറ്റുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. കാരണം ഇത് മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും പ്രശ്നമാണ്. പ്രശസ്ത ഗായകൻ അലോഷിയുടെ സംഗീത സന്ധ്യയും മഹാസംഗമത്തിന്റെ ഭാഗമായി നടന്നു. 100 പൂക്കളെ 100 പൂക്കളെ തുടങ്ങി നിരവധി മനോഹരമായ ഗാനങ്ങൾ കോർത്തിണക്കിയ സംഗീത പരിപാടിയിൽ അലോഷിക്കൊപ്പം സദസ്സൊന്നാകെ പാട്ടുകൾ ഏറ്റുപാടി. സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി 100 കണക്കിന് വർണ്ണബലൂണുകൾ ആകാശത്തേക്ക് പറത്തിയാണ് സാംസ്കാരിക മഹാസംഗമത്തിന് പരിസമാപ്തിയായത്. സിസിടിവി ന്യൂസ്, കേച്ചേരി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ചാവക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ UDF മഹിളാ ന്യായ് കൺവെൻഷൻ മുതുവട്ടൂർ ശിക്ഷക് സദനിൽ വെച്ച് നടന്നു. മുതുവട്ടൂർ സെന്ററിൽ നിന്നും വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടെ വനിതകളുടെ പ്രകടനം ശിക്ഷക് സദനിലെത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുബൈദ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് മണ്ഡലം മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ഷൈല നാസർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ബീന രവിശങ്കർ, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോയ്സി ടീച്ചർ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ബേബി ഫ്രാൻസിസ്, ഹിമ മനോജ്, രേണുക ടീച്ചർ എന്നിവർ പ്രസംഗിച്ചു. വനിതാ ലീഗ് സെക്രട്ടറി ബുഷ്റ യൂനസ് സ്വാഗതവും ചാവക്കാട് മണ്ഡലം മഹിളാ കോൺഗ്രസ് സോഷ്യൽ മീഡിയ കോർഡിനേറ്ററായ സ്വാതി നാരായണൻ നന്ദിയും പറഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടിയുടെ ചാവക്കാട് മുനിസിപ്പാലിറ്റി പടിഞ്ഞാറ് മേഖല കുടുംബയോഗം നടന്നു. തിരുവത്ര തേർലി ശ്രീ ബാലഭദ്ര ക്ഷേത്രത്തിന് സമീപം നടന്ന കുടുംബയോഗത്തിന്റെ ഉദ്ഘാടനം ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി നിർവഹിച്ചു. തേർലി നാരായണൻ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞിരപ്പറമ്പിൽ സുകുമാർ, സുരേഷ് കൈപ്പട, പ്രമോദ് ശങ്കരൻ എന്നിവർ നേതൃത്വം നൽകി. മറ്റു വാർത്തയിലേക്ക്. തൃശൂർ പൂരത്തിന് നാളെ കൊടിയേറും. പ്രധാന പങ്കാളിത്തം വഹിക്കുന്ന പാറമേക്കാവ്, തിരുവമ്പാടി ക്ഷേത്രങ്ങളിലും ഘടകപൂരങ്ങളായി പങ്കെടുക്കുന്ന 8 ക്ഷേത്രങ്ങളിലുമാണ് പൂരം കൊടിയേറുന്നത്. ശ്രീകോവിലിൽ പൂജിച്ച കൊടിക്കൂറ തട്ടകക്കാരാണ് കൊടിമരത്തിൽ കെട്ടി ഉയർത്തുക. തിരുവമ്പാടി ക്ഷേത്രത്തിൽ രാവിലെ 11:30 11:45 ഇടയ്ക്കാണ് കൊടിയേറ്റ്. പൂജിച്ച കൊടിക്കൂറ കൊടിമരത്തിൽ ചാർത്തി ദേശക്കാർ ഉപചാരപൂർവ്വം കൊടിമരം നാട്ടി കൂറ ഉയർത്തും. നടുവിലാലിലെയും നായ്ക്കനാലിലെയും പന്തലുകളിലും തിരുവമ്പാടി വിഭാഗം കൊടി ഉയർത്തും. പാറമേക്കാവിൽ ഉച്ചയ്ക്ക് 12-നും 12:15 ഇടയ്ക്കാണ് കൊടിയേറുക. പാണികൊട്ടിനെ തുടർന്ന് പാരമ്പര്യ അവകാശികൾ ഭൂമി പൂജ നടത്തി കൊടിമരം നാട്ടും. പൂജിച്ച കൊടിക്കൂറ ദേശക്കാർ കൊടിമരത്തിൽ ഉയർത്തും. ക്ഷേത്രത്തിന് മുന്നിലെ പാലമരത്തിലും മണികണ്ഠനാലിലെ ദേശപ്പന്തലിലും പാറമേക്കാവ് വിഭാഗം മഞ്ഞപ്പട്ടിൽ സിംഹമുദ്രയുള്ള കൊടിക്കൂറ നാട്ടും. 19-നാണ് പൂരം, 17-നാണ് സാമ്പിൾ വെടിക്കെട്ട്. അന്ന് തന്നെ ചമയ പ്രദർശനവും തുടങ്ങും. പുലർച്ചെയാണ് പ്രധാന വെടിക്കെട്ട്. ഇത്തവണ പാറമേക്കാവിനും തിരുവമ്പാടിക്കും ഒരു ലൈസൻസിയാണെന്ന പ്രത്യേകതയുമുണ്ട്. 20-ന് ഉപചാരം ചൊല്ലും. കുടമാറ്റത്തിനുള്ള കുടകൾ, ആലവട്ടം, വെഞ്ചാമരം എന്നിവയുടെ നിർമ്മാണങ്ങൾ അവസാന പണികളിലാണ്. വിഷു ആഘോഷത്തിനായി മലയാളി ഒരുങ്ങുകയാണ്. കാർഷികോത്സവമാണെങ്കിലും വിഷുവിന് ഗുരുവായൂരപ്പനെ ഒഴിച്ചുകൂടാനാകില്ല. കണ്ണനെ കണി കണ്ടാൽ വർഷം മുഴുവൻ ഐശ്വര്യമാണെന്നാണ് വിശ്വാസം. വിഷുവിന് കണിക്കോപ്പ് ഒരുക്കുമ്പോൾ ഗുരുവായൂരപ്പന്റെ ഒരു ചെറു വിഗ്രഹമെങ്കിലും ഉണ്ടാകും. കണ്ണന്റെ പ്രതിമയ്ക്കും നിലവിളക്കിനും മുന്നിലാണ് കണി ഒരുക്കുക. വിഷുക്കണി ദർശനത്തിനായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഭക്തജനസഹസ്രമാണ് ഒഴുകിയെത്തുക. തലേന്ന് തന്നെ ക്ഷേത്ര പരിസരത്ത് തമ്പടിക്കും. പുലർച്ചെ കണ്ണനെ കണി കാണും. ഞായറാഴ്ച പുലർച്ചെ 2:42 മുതൽ 3:42 വരെയുള്ള 1 മണിക്കൂറാണ് വിഷുക്കണി ദർശനം. പുലർച്ചെ 2:15 മുഖമണ്ഡപത്തിലെ വിളക്കുകൾ തെളിയിക്കും. മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി പുലർച്ചെ 2-ന് മുറിയിൽ കണി കണ്ടതിനുശേഷം തീർത്ഥക്കുളത്തിൽ മുങ്ങിക്കുളിച്ച് ഈറനുമായി ശ്രീലകവാതിൽ തുറന്ന് ആദ്യം ഗുരുവായൂരപ്പനെ കണി കാണിക്കും. നാളികേരമുറിയിൽ നെയ്വിളക്ക് തെളിയിച്ചാണ് ഗുരുവായൂരപ്പനെ കണി കാണിക്കുക. തുടർന്ന് ഗുരുവായൂരപ്പന്റെ തങ്കത്തിടമ്പ് സ്വർണ്ണ സിംഹാസനത്തിൽ ആലവട്ടം, വെഞ്ചാമരം എന്നിവ കൊണ്ട് അലങ്കരിച്ചു വയ്ക്കും. സിംഹാസനത്തിന് താഴെയായി ഓട്ടുരുളിയിൽ കണിക്കോപ്പുകളും വയ്ക്കും. ശനിയാഴ്ച രാത്രി അത്താഴപൂജയ്ക്ക് ശേഷം കീഴ്ശാന്തി നമ്പൂതിരിമാരാണ് ക്ഷേത്ര മുഖമണ്ഡപത്തിൽ കണി ഒരുക്കുക. ഓട്ടുരുളിയിൽ ഉണക്കലരി, പുതുവസ്ത്രം, ഗ്രന്ഥം, സ്വർണം, വാൽക്കണ്ണാടി, കണിക്കൊന്ന, വെള്ളരി, ചക്ക, മാങ്ങ, പഴങ്ങൾ, നാളികേരം എന്നിവയാണ് കണിക്കോപ്പുകളായി ഉണ്ടാകുക. ഗുരുവായൂരപ്പനെ കണി കാണിച്ച ശേഷം കിഴക്കേ ഗോപുരവാതിൽ തുറന്ന് കണി കാണാനുള്ള ഭക്തരെ പ്രവേശിപ്പിക്കും. ശ്രീലകത്തും നാലമ്പലത്തിനടുത്തുള്ള നമസ്കാര മണ്ഡപത്തിലും ആണ് കണിക്കോപ്പൊരുക്കുക. ഉച്ചപൂജയ്ക്ക് ഗുരുവായൂരപ്പന് വിശേഷ വിഭവങ്ങളോടെയുള്ള നമസ്കാര സദ്യയുണ്ട്. കാളൻ, എരിശ്ശേരി, വറുത്തുപേരി, ഇടിച്ചുപിഴിഞ്ഞ പായസം തുടങ്ങിയവയാണ് വിഭവങ്ങൾ. പ്രസാദഊട്ടിന് പായസമടക്കമുള്ള വിഭവങ്ങൾ ഉണ്ടാകും. രാവിലെ 10ഓടെ പ്രസാദഊട്ട് ആരംഭിക്കും. രാത്രി വിഷുവിളക്കുമുണ്ടാകും. ലണ്ടൻ വ്യവസായിയായിരുന്ന പരേതനായ തെക്കുമുറി ഹരിദാസിന്റെ പേരിൽ
കുടുംബാംഗങ്ങൾ നടത്തുന്നതാണ് വിഷുവിളക്ക്. 3 നേരവും വിശേഷാൽ കാഴ്ചശീവേലിക്ക് പെരുവനം കുട്ടന്മാരാരുടെ മേളം അകമ്പടിയാകും. രാത്രി വിളക്കിന് ഗുരുവായൂരപ്പൻ എഴുന്നള്ളുമ്പോൾ 10,000-ഓളം ദീപങ്ങൾ നെയ്ത്തിരികളിൽ ജ്വലിക്കും. ഇടയ്ക്ക പ്രദക്ഷിണമാണ് മറ്റൊരു വാദ്യവിശേഷം. കൂടാതെ നാഗസുര കച്ചേരിയും തായമ്പകയും ഉണ്ടാകും. CCTV ന്യൂസ്, ഗുരുവായൂർ. 1-ാം ക്ലാസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതിക്ക് തടവും പിഴയും ശിക്ഷ വിധിച്ചു. മലപ്പുറം അയിരൂർ സ്വദേശി ആലുങ്ങൽ വീട്ടിൽ 34 വയസ്സുള്ള മുഹമ്മദ് ഷാഫിയെയാണ് കുന്നംകുളം അതിവേഗ പ്രത്യേക പോക്സോ കോടതി ജഡ്ജി S. ലിഷ കുറ്റക്കാരനെന്ന് കണ്ടെത്തി വിധി പ്രസ്താവിച്ചത്. 2011-ലാണ് കേസിനാസ്പദമായ സംഭവം. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലായാണ് തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷിക്കുന്നത്. തിരുനാൾ CCTV പ്രാദേശികം ചാനലിലൂടെ ശനി, ഞായർ ദിവസങ്ങളിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. വെള്ളിയാഴ്ച വൈകിട്ട് 5-ന് രാമനാഥപുരം രൂപത മെത്രാൻ മാർ പോൾ ആലപ്പാട്ടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രസുതേന്തി വാഴ്ചയും ദിവ്യബലിയും നടന്നു. തുടർന്ന് തീർത്ഥകേന്ദ്രത്തിന്റെ ദീപാലങ്കാരത്തിന്റെയും നിലപ്പന്തലിന്റെയും സ്വിച്ച് ഓൺ കർമ്മം ഗുരുവായൂർ ACP C. സുന്ദരൻ നിർവഹിച്ചു. 7:30-ന് തീർത്ഥകേന്ദ്രം അങ്കണത്തിൽ മ്യൂസിക് നൈറ്റ് അരങ്ങേറി. ശനിയാഴ്ച രാവിലെ 5:45-ന് ഇടവക ദേവാലയത്തിൽ നിന്ന് തീർത്ഥകേന്ദ്രത്തിലേക്ക് തിരിപ്രദക്ഷിണം നടക്കും. തുടർന്ന് ദിവ്യബലിയും കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള കിരീടമെഴുന്നള്ളിപ്പും ആരംഭിക്കും. വൈകിട്ട് 5-ന് അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര കിരീട സമർപ്പണം, ദിവ്യബലി എന്നീ തിരുകർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കും. ദിവ്യബലിക്ക് ശേഷം പ്രദക്ഷിണവും തിരുനാൾ നേർച്ചകൂട്ടിന്റെ ആശീർവാദവും നടക്കും. രാത്രി 10-ന് കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള കിരീടം എഴുന്നള്ളിപ്പുകളുടെ സമാപനവും തേരുമത്സരം, ബാൻഡ് മത്സരം എന്നിവയും അരങ്ങേറും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 5:30-നും 7-നും 8:30-നും ദിവ്യബലിയും 10 മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാനയും നടക്കും. ലൂർദ് കത്തീഡ്രൽ സഹവികാരി ഫാദർ അനുചാലിൽ മുഖ്യ കാർമ്മികനാകും. ഫാദർ ഡോക്ടർ അലക്സ് മരോട്ടിക്കൽ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 4-ന് തീർത്ഥകേന്ദ്രത്തിലും 6 മണിക്ക് ഇടവക ദേവാലയത്തിലും ദിവ്യബലി നടക്കും. ദിവ്യബലിക്ക് ശേഷം ഇടവക ദേവാലയത്തിൽ നിന്ന് തീർത്ഥകേന്ദ്രത്തിലേക്ക് ആഘോഷമായ കിരീടം എഴുന്നള്ളിപ്പും ഉണ്ടാകും. രാത്രി 9 മണിയോടെ തീർത്ഥകേന്ദ്രത്തിലെത്തി കിരീടമെഴുന്നള്ളിപ്പ് സമാപിച്ച ശേഷം മെഗാ ബാൻഡ് മേളം അരങ്ങേറും. തിങ്കളാഴ്ച രാവിലെ 7:30-ന് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രത്യേക ദിവ്യബലിയും ഒപ്പീസും നടക്കും. വൈകിട്ട് 7-ന് പാലാ കമ്മ്യൂണിക്കേഷൻസ് അവതരിപ്പിക്കുന്ന നാടകമുണ്ടാകും. ചൊവ്വാഴ്ച വൈകിട്ട് 7-ന് തൃശൂർ കലാസദൻ ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന ഗാനമേളയോടെ തിരുനാൾ ആഘോഷത്തിന് സമാപനമാകും. വികാരി ഫാദർ ഷാജു ഊക്കൻ, സഹവികാരി ഫാദർ ജോയൽ ചിറമ്മൽ, കൈക്കാരന്മാരായ KF സൈമൺ, KN ജോൺസൺ, PA വർഗീസ്, KR ജിൻസൺ, ജനറൽ കൺവീനർ CT ഫ്രാൻസിസ് തുടങ്ങിയവർ തിരുനാളാഘോഷത്തിന് നേതൃത്വം നൽകും. CCTV ന്യൂസ്, കേച്ചേരി. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായുള്ള ഊട്ടുസദ്യയ്ക്കുള്ള ചെത്തുമാങ്ങ അച്ചാറിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. തിരുനാൾ ഊട്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചെത്തുമാങ്ങ അച്ചാർ തയ്യാറാക്കുന്നത്. ശനി, ഞായർ ദിവസങ്ങളിലായി നടക്കുന്ന ഊട്ടുസദ്യയിലെ പ്രധാന വിഭവമാണ് ചെത്തുമാങ്ങ അച്ചാർ. വർഷങ്ങളായി ഊട്ടുസദ്യയ്ക്കൊപ്പം ചെത്തുമാങ്ങ അച്ചാറും വിളമ്പുന്നത് പതിവാണ്. ഇടവക വിശ്വാസികളുടെ നേതൃത്വത്തിൽ മാങ്ങ ചെത്തുന്ന പ്രവൃത്തിക്ക് തുടക്കം കുറിച്ചു. വെള്ളിയാഴ്ച രാവിലെ മുതലാണ് മാങ്ങ ചെത്തുന്നതിന് തുടക്കമായത്. ഈ വർഷം 300 കിലോ മാങ്ങ ഉപയോഗിച്ചാണ് ചെത്തുമാങ്ങ അച്ചാർ തയ്യാറാക്കുന്നതെന്ന് ഊട്ട് കമ്മിറ്റിയുടെ ജോയിന്റ് കൺവീനർ PA ബാബു പറഞ്ഞു. ശനി ഞായർ ദിവസങ്ങളിൽ കൂട്ടനായി വിതരണം ചെയ്യുന്ന കരയിലെ അച്ചാർ വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള മാങ്ങ ചെത്തിയിരിക്കുകയാണ്. 2 ദിവസമായി നടക്കുന്ന വിഭവസമൃദ്ധമായ സദ്യയിലേക്ക് 300 കിലോയോളം മാങ്ങ നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. 2 ദിവസവും നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന മാങ്ങയ്ക്ക് നമ്മുടെ നാടൻ മാങ്ങ തന്നെയാണ് പൊട്ടിച്ചൊടിച്ച് അച്ചാറുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. 2 ദിവസങ്ങളിലായി ഏകദേശം 20,000 വിശ്വാസികൾ തിരുനാളിനോടനുബന്ധിച്ചുള്ള ഊട്ടുസദ്യയിൽ പങ്കെടുക്കാൻ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ബാബു പറഞ്ഞു. ശനിയാഴ്ച രാവിലെ ദിവ്യബലിക്ക് ശേഷം വികാരി ഫാദർ ഷാജു ഊക്കൻ അടുപ്പിലേക്ക് തീ പകർന്നതോടെ ഊട്ടുപുര സജീവമാകും. വൈകിട്ട് നടക്കുന്ന ദിവ്യബലിക്ക് ശേഷം ഊട്ടുസദ്യയ്ക്കും തുടക്കമാകും. CCTV ന്യൂസ്, കേച്ചേരി. എടപ്പാൾ വട്ടംകുളം ചുറ്റഴിക്കുന്നിൽ ഗർഭിണിയെ കെട്ടിയിട്ട് സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. തറവട്ടത്ത് വിശാഖിന്റെ ഭാര്യ രേഷ്മയുടെ ആഭരണങ്ങളാണ് മോഷ്ടാവ് കവർന്നത്. ഇവരുടെ പരാതിയിൽ ചങ്ങരംകുളം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വെള്ളിയാഴ്ച രാവിലെ 8:30-യോടെയായിരുന്നു സംഭവം. മുഖംമൂടി ധരിച്ചെത്തിയ മോഷ്ടാവ് ബലമായി പിടികൂടി കെട്ടിയിട്ട് സ്വർണ്ണാഭരണങ്ങളടങ്ങിയ ബാഗ് കവർന്ന് രക്ഷപ്പെടുകയായിരുന്നു. അച്ഛൻ പുറത്തു പോയിരിക്കുകയായിരുന്നുവെന്നും അമ്മ കുളിക്കാൻ പോയിരിക്കുകയായിരുന്നെന്നും വിശാഖ് മുകളിലെ നിലയിൽ കിടന്നുറങ്ങുകയുമായിരുന്ന സമയത്താണ് മോഷണം നടന്നതായി പറയുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള തയ്യൂർ ലോകരത്തികാവ് ക്ഷേത്രഭൂമിയിലെ സ്വകാര്യ കയ്യേറ്റം ഒഴിവാക്കി തിരിച്ചുപിടിച്ചു. റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടി.
ക്ഷേത്രത്തിനു മുന്നിലുള്ള മൈതാനം ഉൾപ്പെടുന്ന 1 ഏക്കർ 21 സെന്റ് സ്ഥലമാണ് ദേവസ്വം സ്പെഷ്യൽ തഹസിൽദാർ VC പ്രസന്നന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം നിയമ നടപടികൾ പൂർത്തിയാക്കി തിരിച്ചെടുത്തത്. ക്ഷേത്രഭൂമി കൈവശം വെച്ചവർക്ക് നോട്ടീസ് നൽകിയും രേഖകൾ പരിശോധിച്ച് ഹിയറിംഗ് നടത്തിയും 1 വർഷം നീണ്ടുനിന്ന നിയമ നടപടിക്ക് ശേഷമാണ് ഭൂമി തിരിച്ചുപിടിച്ചത്. റവന്യൂ ഇൻസ്പെക്ടർ ഷീജകുമാരി, ഹെഡ് സർവേയർ VG സിന്ധു, സർവേയർ KN അനിൽകുമാർ എന്നിവരാണ് നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ശ്രീ ലോകരത്തിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ അന്യാധീനപ്പെട്ടുപോയ ഏകദേശം 1.5 ഏക്കറോളം ഭൂമി ഇന്ന് തിരിച്ചുപിടിച്ച് ദേവസ്വം ഓഫീസർക്ക് കൈമാറുകയാണ്. ഇതുകൂടാതെ മറ്റു ഭൂമികൾ കൈയേറപ്പെട്ടിട്ടുള്ള മറ്റു ഭൂമികൾ നടപടിയിൽ ഇരിക്കുന്നതാണ്. അതും ഉടനെ അധികം താമസിയാതെ തന്നെ അതിൻ്റെ നടപടികളും ഉണ്ടാവുന്നതാണ്. ഇതിൻ്റെ ലാൻഡ് കൺസർവൻസി യൂണിറ്റിൻ്റെ തഹസിൽദാരാണ്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ ആദ്യമേ കക്ഷികൾക്ക് നോട്ടീസ് നൽകുക. നോട്ടീസ് നൽകിയതിനു ശേഷം അവർക്ക് പറയാനുള്ള ഹിയറിംഗ് നടത്തി അവർക്ക് പറയാനുള്ള കേട്ടതിന് ശേഷം അവരുടെ ഭാഗത്തുനിന്ന് ഒബ്ജക്ഷനുകളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് നമ്മൾ അടുത്ത നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നത്. അത്തരത്തിലാണ് ഈ ഭൂമി നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് നെല്ലുവായ് ദേവസ്വം ഓഫീസർ PB ബിജുവിന് തഹസിൽദാർ VC പ്രസന്നൻ ഭൂമിയുടെ രേഖകൾ കൈമാറി. തയ്യൂർ ക്ഷേത്രം ഉപദേശക സമിതി സെക്രട്ടറി TS സുമൻ, വൈസ് പ്രസിഡന്റ് PK ജയചന്ദ്രൻ എന്നിവർ സന്നിഹിതരായി. CCTV ന്യൂസ് എരുമപ്പെട്ടി. ചാവക്കാട് ബേബി റോഡിൽ യുവതി കടലിൽ ചാടി. പാലൂർ സ്വദേശിനിയായ യുവതിയാണ് വൈകിട്ട് 6:30 കടലിൽ ചാടിയത്. നാട്ടുകാർ കണ്ടതിനെ തുടർന്ന് യുവതിയെ രക്ഷപ്പെടുത്തി. തുടർന്ന് കോട്ടപ്പുറം ലാസി ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മമ്മൂക്കയോടുള്ള വ്യത്യസ്തമായ ആരാധന. റിപ്പോർട്ട് കാണാം അല്പസമയത്തിനകം. വാർത്തയിലേക്ക്. വേലൂരിലെ ഏക ATM പ്രവർത്തനരഹിതമായിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടും അറ്റകുറ്റപ്പണി നടത്തി പൂർവ്വസ്ഥിതിയിലാക്കാത്തത് മൂലം ജനം വലയുന്നു. വേലൂർ, കുറുമാൽ, തണ്ടിലം, വെള്ളാറ്റഞ്ഞൂർ, തയ്യൂർ തുടങ്ങിയ മേഖലയിലുള്ളവരുടെ ധനസംബന്ധമായ വിനിയോഗത്തിനുള്ള പ്രധാന ആശ്രയമാണ് ഈ ATM. സാങ്കേതിക പ്രശ്നത്തെ തുടർന്നാണ് മെഷീൻ പ്രവർത്തിക്കാത്തത്. സ്വകാര്യ ബാങ്കിന്റെ അധികൃതരെ വിവരം അറിയിച്ചിട്ട് നാളുകൾ ഏറെയായെങ്കിലും നടപടിയില്ലാത്തത് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുകയാണ്. ചെറിയ പെരുന്നാൾ, ഇനി വരുന്ന വിഷു ഉൾപ്പെടെ ആഘോഷകാലത്ത് പണസംബന്ധമായി ആവശ്യമുള്ളവർക്ക് മറ്റു വഴി തേടേണ്ട സ്ഥിതിയാണ്. എത്രയും പെട്ടെന്ന് ATM പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് നാട്ടുകാരുടെ അഭ്യർത്ഥന. മരത്തങ്കോട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയുടെ നവതി ആഘോഷത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും. നവതി വർഷാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളോടെ 1 വർഷം നീളുന്ന ആഘോഷ പരിപാടികൾക്കാണ് തുടക്കമാകുന്നത്. രാവിലെ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രോപൊലിത്ത കുർബാനയർപ്പിക്കും. തുടർന്ന് ലോഗോ പ്രകാശനം നടക്കും. 1890 കാലയളവിൽ പരിശുദ്ധ പരുമല തിരുമേനിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഓലഷെഡിൽ ഒരു പള്ളിക്കൂടം സ്ഥാപിച്ചത്. ഇവിടെ ജാതിമതഭേദമന്യേ കുട്ടികൾ വിദ്യാഭ്യസിച്ചിരുന്നു. താൽക്കാലിക ബലിപീഠമുണ്ടാക്കി പരുമല തിരുമേനി ഇവിടെ കുർബാനയർപ്പിച്ചതായും ചരിത്രരേഖകളിൽ പറയുന്നു. ഈ പള്ളിക്കൂടം പിന്നീട് ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയും 1934 ഇവിടെ ദേവാലയമാക്കുകയുമായിരുന്നു. പുണ്യശ്ലോകനായ പുത്തൻകാവ് കൊച്ചുതിരുമേനിയും ഇവിടെ പലതവണ എത്തിയിട്ടുണ്ട്. 1951 പുത്തൻകാവ് കൊച്ചുതിരുമേനി കാലം ചെയ്തതും ഈ ദേവാലയത്തിൽ വെച്ചാണ്. പരിശുദ്ധ പരുമല കൊച്ചുതിരുമേനിയുടെയും പുത്തൻകാവ് കൊച്ചുതിരുമേനിയുടെയും തിരുശേഷിപ്പുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പുത്തൻകാവ് കൊച്ചുതിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിന്റെ കൊടിയേറ്റവും അന്നേ ദിവസം യൂലിയോസ് തിരുമേനി നിർവഹിക്കും. പരിപാടികൾക്ക് വികാരി ഫാദർ സക്കറിയ കൊളന്നൂർ, കൈസ്ഥാനി CK സാംസൺ, സെക്രട്ടറി CC ജോയ്, മീഡിയ കൺവീനർ GOK വിൽസൺ എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകും. CCTV ന്യൂസ്, വേലൂർ. കോതച്ചിറ ചിറക്കൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവുത്സവം ഏപ്രിൽ 13 മുതൽ 20 വരെ വിവിധ ചടങ്ങുകളോടെ ആഘോഷിക്കും. ഓട്ടൻതുള്ളൽ, ചാക്യാർകൂത്ത്, കേളി, തായമ്പക, അഷ്ടപതി, ഭജൻസ്, തിരുവാതിരക്കളി, നൃത്തങ്ങൾ എന്നിവ വിവിധ ദിവസങ്ങളിലായി നടക്കും. ഏപ്രിൽ 16 പ്രശസ്ത ഓട്ടൻതുള്ളൽ കലാകാരനായ മണലൂർ ഗോപിനാഥിനെ കുവപ്പുള്ളി പരമേശ്വരൻ നമ്പീശന്റെ പേരിലുള്ള ഉപഹാരം നൽകി ആദരിക്കും. ഉത്സവത്തിന്റെ മുന്നോടിയായുള്ള കലവറ നിറയ്ക്കൽ ചടങ്ങുണ്ടായി. ചടങ്ങിൽ മേൽശാന്തി പ്രസാദ് നമ്പൂതിരി, കർഷകരായ ബാലൻ നായർ ഓടത്ത്, വിജയകുമാർ പള്ളത്ത്, അച്യുതനുണ്ണി, ബാലകൃഷ്ണ വാര്യർ, മാതൃസമിതി അംഗങ്ങളായ പ്രമീള, രാധാ ശിവശങ്കരൻ എന്നിവർ സംസാരിച്ചു. ലോകമാകെയുള്ള മലയാളികളുടെ അഭിമാനമാണ് മമ്മൂക്ക. കൊച്ചുകുട്ടികൾക്ക് വരെ സുപരിചിതമാണ് മലയാളത്തിന്റെ മെഗാസ്റ്റാറിന്റെ പേര്. ജനകോടികളുടെ ആരാധനാപാത്രമായ മമ്മൂക്കയുടെ പേര് സ്വന്തം വാഹനത്തിന്റെ നമ്പറായി സ്വീകരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കട്ട ആരാധകനായ മലയാളി യുവാവ്. കുന്നംകുളം സ്വദേശി ജിനേഷ് നെൽസനാണ് മമ്മൂക്ക എന്ന് രേഖപ്പെടുത്തിയ നമ്പർ പ്ലേറ്റ് തന്റെ വാഹനത്തിനായി സ്വന്തമാക്കിയിരിക്കുന്നത്.
പ്രവാസി വ്യവസായിയും ചലച്ചിത്ര നിർമ്മാതാവുമായ നെൽസൺ നൈപ്പിന്റെയും ജിജിയുടെയും മകനാണ് ജിനേഷ്. ബിസിനസ്സുമായി കാനഡയിൽ ഭാര്യ അഞ്ജനയ്ക്കൊപ്പം താമസമാക്കിയ ജിനേഷ് ചെറുപ്പം മുതലേ കടുത്ത മമ്മൂക്ക ആരാധകനാണ്. തന്റെ പുതിയ കിയ സൽറ്റോസ് കാറിനായാണ് മമ്മൂക്ക എന്ന പേരിലുള്ള നമ്പർ സ്വന്തമാക്കിയത്. നെൽസൺ നൈപ്പ് നിർമ്മിച്ച മധുരരാജ എന്ന ചിത്രത്തിൽ മമ്മൂക്കയായിരുന്നു നായകൻ. മക്കളായ ജിനേഷിന്റെയും ജിതിന്റെയും കടുത്ത മമ്മൂട്ടി ആരാധനയായിരുന്നു അദ്ദേഹത്തെ നായകനാക്കി മധുരരാജ എന്ന സിനിമ ഒരുക്കാൻ നെൽസനെ പ്രേരിപ്പിച്ചത്. തന്റെ ഇഷ്ടതാരത്തിന്റെ പേര് വാഹനത്തിനായി സ്വന്തമാക്കാനായതിന്റെ സന്തോഷത്തിലാണ് ജിനേഷ്. CCTV ന്യൂസ്, കേച്ചേരി. ഭർത്താവിന്റെ മദ്യപാനം മാറ്റിത്തരാമെന്ന് പറഞ്ഞ് യുവതിയെ വിളിച്ചുവരുത്തി ബലാത്സംഗം ചെയ്ത പൂജാരിയെ 22 വർഷം കഠിന തടവും 1,10,000 രൂപ പിഴയടയ്ക്കാനും ശിക്ഷ വിധിച്ചു. പെരിങ്ങണ്ടൂർ പൂന്തൂട്ടിൽ 34 വയസ്സുള്ള സന്തോഷ് കേശവൻ എന്ന സന്തോഷ് സ്വാമിയെയാണ് കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് S. ലിഷ ശിക്ഷിച്ചത്. 2016 കേസിന് ആസ്പദമായ സംഭവം. പ്രതിക്കെതിരെ മറ്റൊരു സ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസും നിലവിലുണ്ടായിരുന്നു. പേരാമംഗലം പോലീസ് ഇൻസ്പെക്ടർ B. സന്തോഷ് രജിസ്റ്റർ ചെയ്ത കേസിൽ പേരാമംഗലം സബ് ഇൻസ്പെക്ടർ P. ലാൽകുമാറാണ് കേസന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KS ബിനോയ് ഹാജരായി. അഡ്വക്കേറ്റ് KN അശ്വതി, അഡ്വക്കേറ്റ് രഞ്ജിക, CPO ഷാജു KT, ASI M. ഗീത എന്നിവർ പ്രോസിക്യൂഷനെ സഹായിച്ചു. ചാലിശ്ശേരി സോക്കർ അസോസിയേഷൻ ഒരുക്കുന്ന അഖിലേന്ത്യാ ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന് ഞായറാഴ്ച തുടക്കമാകും. ചാലിശ്ശേരി മുലയംപറമ്പത്തുകാവ് ക്ഷേത്ര മൈതാനത്താണ് ഒരു മാസം നീണ്ടുനിൽക്കുന്ന ഫ്ലഡ് ലൈറ്റ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ഞായറാഴ്ച രാത്രി 8:30 സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റും മുൻ ദേശീയ താരവുമായ U. ഷറഫലി മത്സരം ഉദ്ഘാടനം ചെയ്യും. ചാലിശ്ശേരി മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ജനശ്രദ്ധ നേടിയ സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായാണ് ആരവം 2024 എന്ന പേരിൽ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ഒരേ സമയം 7,500 പേർക്ക് ഇരുന്ന് കാണാനാവുന്ന ഇരുമ്പു പൈപ്പ് കൊണ്ട് നിർമ്മിച്ച താൽക്കാലിക ഗാലറിയാണ് മത്സരത്തിനായി മുലയംപറമ്പത്ത് പൂരമൈതാനിയിൽ ഒരുക്കിയിട്ടുള്ളത്. വിദേശ താരങ്ങൾ ഉൾപ്പെടെ സംസ്ഥാന ദേശീയ താരങ്ങൾ പങ്കെടുക്കുന്ന അഖിലേന്ത്യാ തലത്തിലുള്ള പ്രമുഖരായ 24 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. സംഘാടക സമിതി ചെയർമാൻ VV ബാലകൃഷ്ണൻ, കൺവീനർ MM അഹമ്മദുണ്ണി, ട്രഷറർ ജ്യോതിദേവ് എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ കമ്മിറ്റി നേതൃത്വം നൽകും. CCTV ന്യൂസ്, പെരുമ്പിലാവ്. പാത്രമംഗലം പാടശേഖരത്തിലെ കർഷക കൂട്ടായ്മയുടെ വേനൽക്കാല പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. പാടശേഖര സമിതി പ്രസിഡന്റ് PS നാരായണന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ആദ്യ വിളവെടുപ്പ് നടത്തി ഉദ്ഘാടനം ചെയ്തു. വേലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ കർമ്മല ജോൺസൺ, വേലൂർ കൃഷിഭവൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ബൈജു, യുവകർഷകരായ സന്തോഷ് പണിക്ക വീട്ടിൽ, സുമേഷ് കളത്തിപ്പറമ്പിൽ, പ്രദീപ്, ജോമി, അബി എന്നിവരും യാക്കോബ്, വാസുദേവൻ എന്നിവരുമാണ് കൃഷിക്ക് നേതൃത്വം നൽകിയത്. അകാലത്തിൽ മരണമടഞ്ഞ മാതൃകാ കർഷകനായ മനക്കി വീട്ടിൽ ബാലകൃഷ്ണനെ അനുസ്മരിച്ചു. ചടങ്ങിന് കുടുംബശ്രീ ചെയർപേഴ്സൺ വിദ്യ ഉണ്ണികൃഷ്ണൻ നന്ദി പറഞ്ഞു. വിപണിയിൽ താരമായി കണിവെള്ളരി. വിഷുവിനോടടുത്തുള്ള മാസങ്ങളിൽ വിപണിയിൽ ഏറ്റവും വില കണിവെള്ളരിക്കാണ്. അടുക്കളയിലെ പ്രധാനി വിഷുദിനത്തിൽ കണിയിലെ പ്രധാനിയാകുന്നു. മറ്റു വെള്ളരിയിൽ നിന്നും വ്യത്യസ്തമായുള്ള സ്വർണ്ണ നിറമാണ് കണിവെള്ളരിയുടെ മുഖ്യ ആകർഷണം. ഏപ്രിൽ മാസത്തിൽ വിഷുവിന് കണിവെക്കുന്നതിന് പുറമെ വേനൽ ചൂടിൽ നിന്നും ആശ്വാസം നൽകാനും കണിവെള്ളരി ഉത്തമമാണ്. ഫെബ്രുവരി മാർച്ച് മാസങ്ങളാണ് വെള്ളരിയുടെ കൃഷിക്കാലം. കൊയ്ത്തൊഴിഞ്ഞ നെൽപ്പാടങ്ങളും പുഴയോരത്തെ പാടങ്ങളുമാണ് വെള്ളരി കൃഷിക്ക് ഉത്തമം. ചുരുങ്ങിയ കാലം കൊണ്ട് വിളവ് കിട്ടുകയും വിഷു സമയത്ത് ആവശ്യമേറുന്നതിനാലും കണിവെള്ളരി കൃഷിയിലൂടെ മികച്ച ലാഭം കൊയ്യാൻ കർഷകർക്ക് കഴിയുന്നു. കണിവെള്ളരി എല്ലാവർക്കും ആവശ്യമാണ്. കണി വെക്കാനായിട്ട് എല്ലാ കൊല്ലവും ഇവിടെ ഞാൻ ചെയ്യാറുണ്ട്. അതൊക്കെ വെള്ളരി എല്ലാവരും പൊട്ടിച്ച് ഔഷധ ഗുണമുള്ളതാണ്. വൈറ്റമിൻ A, മാഗ്നീഷ്യം, പൊട്ടാസ്യം, മാംഗനീസ് തുടങ്ങിയ പോഷക ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ ശരീരത്തിന് മികച്ച പ്രതിരോധശേഷി നൽകുന്നു എന്നതും കണിവെള്ളരിയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. CCTV ന്യൂസ്, ചാവക്കാട്. കാട്ടകമ്പാൽ മേഖലയിലെ കോൾപ്പാടങ്ങളിൽ കൊയ്ത്തിനൊപ്പം വൈക്കോൽ സംഭരണവും പുരോഗമിക്കുന്നു. ആദ്യം കൊയ്ത്ത് നടന്ന കോൾപ്പാടങ്ങളിൽ ഏക്കറിന് 2,500 മുതൽ 3,000 രൂപയ്ക്കാണ് വൈക്കോൽ സംഭരിച്ചിരുന്നത്. എന്നാൽ കൊയ്ത്ത് വ്യാപകമായതോടെ വൈക്കോലിന് വില കുറഞ്ഞു. ഇപ്പോൾ 1,500 മുതൽ 2,000 രൂപയാണ് ഏക്കറിലെ വൈക്കോൽ സംഭരിക്കുന്നതിന് കർഷകർക്ക് ലഭിക്കുന്നത്. യന്ത്രം ഉപയോഗിച്ച് വൈക്കോൽ കെട്ടുകളാക്കിയാണ് വൈക്കോൽ ശേഖരിക്കുന്നത്. പാലക്കാട് ഭാഗത്തേക്കാണ് കൂടുതലും വൈക്കോൽ കൊണ്ടുപോകുന്നത്. വിൽപ്പനയിലൂടെ കൊയ്ത്തുമതി യന്ത്രത്തിന്റെ വാടക ലഭിക്കുമെന്ന ആശ്വാസത്തിലാണ് കർഷകർ. 4 മാസം മുമ്പ് മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞ പാടശേഖരങ്ങളിൽ വൈക്കോൽ ശേഖരിക്കാൻ ആളില്ലാത്തത് മൂലം കർഷകർ കഷ്ടത്തിലായിരുന്നു.
പന്നിശ്ശേരി മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ആഘോഷിച്ചു. വെള്ളിയാഴ്ച രാവിലെ 5-ന് നട തുറക്കലിന് ശേഷം വാഗചാർത്ത്, ഗണപതി ഹോമം, മലർനിവേദ്യം, നവകം, പഞ്ചഗവ്യം, ശ്രീഭൂതബലി, പുഷ്പാഞ്ജലികൾ, ശീവേലി, നടക്കൽപ്പറ, ഉച്ചപൂജ എന്നീ ചടങ്ങുകൾ നടന്നു. ക്ഷേത്രം തന്ത്രി ഈക്കാട്ട് നാരായണൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി മധുസൂദനൻ നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു. തുടർന്ന് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള എഴുന്നള്ളിപ്പുകൾ വൈകിട്ട് 5:40 മുതൽ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേർന്നു. വൈകിട്ട് 7 മണിയോടെ വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ മേള പ്രമാണിത്വത്തിൽ പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. രാത്രി 8 മണി മുതൽ വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തെയ്യം, തമ്പോലം, ശിങ്കാരിമേളം, കാവടി, നാദസ്വരം എന്നീ കലാരൂപങ്ങൾ ക്ഷേത്രത്തിലെത്തി സമാപിച്ചു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ VR ബാലകൃഷ്ണൻ, MV സഞ്ജീവ്, അജിത് കുമാർ എന്നിവർ പൂരാഘോഷത്തിന് നേതൃത്വം നൽകി. CCTV ന്യൂസ്, കേച്ചേരി. എരുമപ്പെട്ടി പാത്രമംഗലത്ത് പിക്കപ്പ് വാനും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരന് പരിക്കേറ്റു. എരനെല്ലൂർ കണ്ണനായ്ക്കൽ വീട്ടിൽ ബാബുവിനാണ് പരിക്കേറ്റത്. പാത്രമംഗലം പാലത്തിന് സമീപത്തു വെച്ചാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ ബാബുവിനെ എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മന്ദലാംകുന്ന് ബീച്ച് ഫെസ്റ്റിവൽ വർണ്ണാഭം. റിപ്പോർട്ട് കാണാം ഇടവേള കഴിഞ്ഞ്. വാർത്തയിലേക്ക്. പൈതൃകം ഗുരുവായൂരിന്റെ പൈതൃക ദിന പുരസ്കാരത്തിന് കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യനെ തെരഞ്ഞെടുത്തു. 10,001 രൂപയും പ്രശസ്തി പത്രവും ഉപഹാരവും അടങ്ങിയതാണ് പുരസ്കാരം. ഏപ്രിൽ 21-ന് ഗുരുവായൂർ നഗരസഭാ ടൗൺഹാളിൽ നടക്കുന്ന സമ്മേളനത്തിൽ സ്വാമി ഉദിത് ചൈതന്യ, ഹൈക്കോടതി ജഡ്ജി ദേവൻ രാമചന്ദ്രൻ എന്നിവർ ചേർന്ന പുരസ്കാരം സമ്മാനിക്കും. സൗദി അറേബ്യയിൽ ജയിലിൽ വധശിക്ഷയും കാത്തുകിടക്കുന്ന അബ്ദുറഹിമിന് മോചനദ്രവ്യം നൽകുന്നതിനുവേണ്ടി എരുമപ്പെട്ടി മഹല്ല് യുവ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഫണ്ട് ശേഖരണം നടത്തി. മുഹിദ്ദീൻ ജുമാ മസ്ജിദിലും ത്വാഹ ടൗൺ ജുമാ മസ്ജിദിലും നിസ്കാരത്തിന് ശേഷമാണ് മഹല്ല് യുവ കൂട്ടായ്മ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഫണ്ട് ശേഖരണം നടത്തിയത്. പിരിച്ചെടുത്ത ഫണ്ട് അബ്ദുറഹിമിന്റെ അക്കൗണ്ടിലേക്ക് നൽകി. എരുമപ്പെട്ടി ജുമാ മസ്ജിദിൽ യുവ കൂട്ടായ്മ കോർഡിനേറ്റർ MM നിഷാദ്, പ്രവർത്തകരായ കബീർ മിലാനോ, MM ഇല്യാസ്, ഷാനവാസ്, അസീസ്, ഷെരീഫ്, അൽമാസ്, ഷെഫീഖ്, മുഹമ്മദ് ഷിബിലി, ഷെരീഫ് പാമ്പ്ര, ത്വാഹ മസ്ജിദിൽ ജിഷാദ്, വാഹിദ്, അബ്ദുസമദ്, അഷ്റഫ്, മുഹമ്മദ് സിനാൻ, മുഹമ്മദ് ഷവ്സാദ്, ആദിൽ എന്നിവർ നേതൃത്വം നൽകി. വേലൂർ പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന തളിർ ബേഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ വിഷു ആഘോഷം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് CF, അസിസ്റ്റന്റ് സെക്രട്ടറി സിദ്ധാർത്ഥൻ എന്നിവർ പങ്കെടുത്തു. തളിർ ബേഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ വിദ്യാർത്ഥികളും ഭരണസമിതി അംഗങ്ങളും സ്റ്റാഫും ചേർന്ന് കണിയൊരുക്കി വിഷു കൈനീട്ടം നൽകിയും പടക്കം പൊട്ടിച്ചും വിഷു തനതായ രീതിയിൽ കുട്ടികളും ഭരണസമിതി അംഗങ്ങളും ചേർന്ന് ആഘോഷിച്ചു. ജീവിതത്തിൽ ആദ്യമായി കണിവെച്ചതിന്റെയും വിഷു ആഘോഷിച്ചതിന്റെയും സന്തോഷം കുട്ടികൾ പങ്കുവച്ചു. ഗുരുവായൂർ ബ്രദേഴ്സ് ക്ലബിന്റെ വിഷു അരങ്ങിന് തുടക്കമായി. തിരുവെങ്കിടം LP സ്കൂൾ പരിസരത്ത് കമനീയമായി തയ്യാറാക്കിയ ബ്രദേഴ്സ് നഗറിലാണ് വിഷു അരങ്ങ് നടക്കുന്നത്. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ബാലൻ വാറനാട്ട് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, കൗൺസിലർമാരായ VK സുജിത്ത്, ദേവിക ദിലീപ്, സുബിത സുധീർ, KPA റഷീദ്, ക്ലബ്ബ് സെക്രട്ടറി രവികുമാർ കാഞ്ഞുള്ളി, രക്ഷാധികാരികളായ PI ലാസർ, PI ആൻഡോ, പ്രോഗ്രാം കോർഡിനേറ്റർ K നന്ദകുമാർ, വിങ്സ് ഓഫ് ബ്രദേഴ്സ് ക്ലബ്ബ് സെക്രട്ടറി അഡ്വക്കേറ്റ് ബിന്ദു കണിച്ചാടത്ത് എന്നിവർ സംസാരിച്ചു. വിഷു വിഭവങ്ങൾ ലഭ്യമാക്കുന്ന വിപണന സ്റ്റാളുകളും കലാപരിപാടികളുമാണ് വിഷു അരങ്ങിലുള്ളത്. ഗാനമേള, സിനിമാ പ്രദർശനം എന്നിവയും ഉണ്ടാകും. ശനിയാഴ്ച സമാപിക്കും. ദുബായിലെ മിഡിൽസെക്സ് യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന ഗ്രാൻഡ് ഫിനാലെയിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് മത്സരിക്കുന്ന എയ്യാൽ നിർമ്മലമാതാ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് യാത്രയയപ്പ് നൽകി. അദീന റോസ്, അനന്യ C മനോജ്, ഭദ്ര K പ്രസീദ് എന്നിവരാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ജനുവരി 15, 16 തീയതികളിൽ തിരുവനന്തപുരം സാരാഭായ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നടന്ന ഓൾ കേരള സയൻസ് ടെക്നിക്കൽ എക്സിബിഷനിൽ 2ാം വിഭാഗം സ്റ്റിൽ മോഡൽ മത്സരത്തിലാണ് എയ്യാൽ നിർമ്മലമാതാ കോൺവെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികളായ ഇവർക്ക് 1ാം സ്ഥാനം ലഭിച്ചത്. മാനസിക സംഘർഷങ്ങളിൽ നിന്നും മോചനം ലഭിക്കാൻ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുക എന്ന ആശയം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വിഷയത്തിൽ സ്റ്റിൽ മോഡൽ നിർമ്മിച്ചാണ് ഈ വിദ്യാർത്ഥികൾ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്.
മദർ പ്രൊവിൻഷ്യൽ ഡോക്ടർ സിസ്റ്റർ സോഫി പേരേപ്പാടൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ സിസ്റ്റർ ജിയോ തെരേസ് അധ്യക്ഷയായി. PTA പ്രസിഡന്റ് ദീപക് ആന്റോ, വൈസ് പ്രിൻസിപ്പാൾ സിസ്റ്റർ ബ്ലെസി റോസ് തുടങ്ങിയവർ ആശംസയർപ്പിച്ചു. അവിടെ നടക്കുന്ന മത്സരത്തിൽ 1ാം സ്ഥാനം തന്നെ കരസ്ഥമാക്കി തിരിച്ചെത്താനുള്ള എല്ലാവിധ പ്രാർത്ഥനകളും ആശംസിക്കുന്നു. CCTV ന്യൂസ് എരുമപ്പെട്ടി. വടക്കേക്കാട് തിരുവള്ളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അശരണർക്കായി വിഷുക്കൈനീട്ടം നൽകി. ഗുരുവായൂരിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്ന അശരണായവർക്കാണ് ഈ വർഷം വിഷുക്കൈനീട്ടം നൽകിയത്. സ്കൂളിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ തുടർച്ചയായി വിഷുക്കൈനീട്ടം നൽകാറുണ്ട്. ലീഡർ അനോഷ് പാണങ്ങാട്, വോളണ്ടിയർമാരായ KV നന്ദന, സഫ സാദിഖ്, M അഞ്ജന, KS നിവേദ്യ, പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ രേണുക ജ്യോതി എന്നിവർ നേതൃത്വം നൽകി. പുന്നൂർകുളം 7 ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഭവന നിർമ്മാണ പദ്ധതിയുടെ 2ാമത്തെ ഭവനത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. കീക്കോട് സൈദലവി സഖാഫി തങ്ങൾ, പരൂർ മഹല്ല് ഖത്തീബ് അഹമ്മദ് കബീർ സഖാഫി എന്നിവർ ചേർന്ന് നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കം കുറിച്ചു. 7 ഗ്രൂപ്പ് ചെയർമാൻ ഷിബു K മുഹമ്മദ്, മഹല്ല് പ്രസിഡന്റ് മുഹമ്മദ് അലി എളയമാട്ടിൽ, സെക്രട്ടറി അസീസ് നരിയമ്പുള്ളി, മീഡിയ പ്രസിഡന്റ് അഹമ്മദ് ഉണ്ണി, 7 ഗ്രൂപ്പ് അംഗം ഫൈസൽ മുക്കണ്ടത്ത് എന്നിവർ സംസാരിച്ചു. മറ്റ് വിശിഷ്ട വ്യക്തികളും പങ്കെടുത്തു. ആഘോഷങ്ങൾ കേവലം ജനങ്ങളുടെ ജീവിത ഉപാധി മാർഗം മാത്രമല്ല, അത് രാജ്യത്തിന്റെ ഐക്യവും സാഹോദര്യവും മാനവ സ്നേഹവും നിലനിർത്താൻ സഹായിക്കുമെന്ന് NK അക്ബർ MLA മന്ദലാംകുന്ന് ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ബീച്ച് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. കടലോര പ്രദേശങ്ങളിൽ ഫണ്ടുകൾ ഉപയോഗിക്കുന്നതിന് ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടെങ്കിലും ഇത്തരത്തിൽ ജനങ്ങളെ ആകർഷിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഏതൊക്കെ മേഖലയിലേക്കാണ് സഹായം ചെയ്യാൻ കഴിയുക എന്ന് പരിശോധിച്ച് MLA ഫണ്ട് അനുവദിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമെന്നും MLA കൂട്ടിച്ചേർത്തു. പ്രക്ഷുബ്ധമാണ്. അതുകൊണ്ട് കടല് ശാന്തമാവാതെ അത്തരം സാഹസിക ടൂറിസം ഒന്നും തുടങ്ങാൻ പറ്റില്ല എന്നിട്ട് തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ ടൂറിസ്റ്റുകൾക്ക്, നമ്മുടെ വിനോദസഞ്ചാര മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾക്കൊക്കെ വരുമാന നഷ്ടം ഉണ്ടാക്കും. പക്ഷെ ജനങ്ങളുടെ ജീവനാണ് വലുത് എന്നതുകൊണ്ട് അത്തരം പ്രദേശങ്ങളിലൊക്കെ ആളുകൾ കടലിൽ ഇറങ്ങിയുള്ള സാഹസികമായിട്ടുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുന്നതിനെ ഗവൺമെന്റ് വിലക്കുകയാണ്. അപ്പൊ അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് നമുക്ക്. അതുണ്ടെങ്കിലും അതെല്ലാം വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ വിനോദസഞ്ചാര മേഖലയിൽ, പ്രത്യേകിച്ച് മന്ദലക്കുന്ന് പോലെയുള്ള മേഖലയിൽ ഏതൊക്കെ മേഖലയിലാണ് സഹായം ചെയ്യാൻ കഴിയുക എന്നുണ്ടെങ്കിൽ. വ്യാഴാഴ്ച വൈകിട്ട് മന്ദലാംകുന്ന് ബീച്ച് പരിസരത്ത് വെച്ചായിരുന്നു ഉദ്ഘാടന പരിപാടി നടത്തിയത്. പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മന്ദലാംകുന്ന് ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റി ചെയർമാനുമായ TV സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ നടത്തിയ ഉദ്ഘാടന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K കമറുദ്ദീൻ, പുന്നയൂർ പഞ്ചായത്ത് മെമ്പർ MB ഹൈദരാലി, പുന്നയൂർ പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് TK ഹസൻ, ക്ഷേമ സഹകരണ സംഘം വൈസ് പ്രസിഡന്റ് MK ഗോപി, MA വഹാബ്, മുനാഷ് മച്ചിങ്ങൽ, TA നസീർ, MP ഇക്ബാൽ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ജംഷീദ് മഞ്ചേരി നയിക്കുന്ന ഗാനമേളയും ഉണ്ടായി. വ്യാഴാഴ്ച വൈകിട്ട് തുടക്കം കുറിച്ച ബീച്ച് ഫെസ്റ്റിവൽ ഏപ്രിൽ 20 സമാപിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ സൂഫി ഡാൻസ്, ഒപ്പന, ഫ്യൂഷൻ മ്യൂസിക്, നാടൻപാട്ട്, ഗസൽ നിലാവ് എന്നീ പരിപാടികൾ നടക്കും. ഫെസ്റ്റിന്റെ ഭാഗമായി മരണക്കിണർ, യന്ത്ര ഊഞ്ഞാൽ, തോണി ഊഞ്ഞാൽ തുടങ്ങി വിവിധ റെയ്ഡുകൾ കാർണിവലിൽ ഒരുക്കിയിട്ടുണ്ട്. CCTV ന്യൂസ് പുന്നയൂർകുളം. വെള്ളാറ്റഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്കും വെള്ളാറ്റഞ്ഞൂർ പാടശേഖര സമിതിയും സംയുക്തമായി വിഷു വാണിഭ ചന്ത ആരംഭിച്ചു. ബാങ്ക് പരിസരത്ത് നടന്ന ഉദ്ഘാടന ചടങ്ങ് വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി നിർവഹിച്ചു. വേലൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ PA സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വെള്ളാറ്റഞ്ഞൂർ ബാങ്ക് പ്രസിഡന്റ് TM വേണു, സംഘാടക സമിതി അംഗങ്ങളായ കുര്യാക്കോസ്, PO ജിയോ PJ എന്നിവർ സംസാരിച്ചു. വൈകിട്ട് നടന്ന സാംസ്കാരിക സന്ധ്യ ഗാനരചയിതാവ് BK ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് രഘുനാഥ് സാവിത്രി സംവിധാനം നിർവഹിക്കുന്ന ബെഞ്ചമിനും ഹിറ്റ്ലറും എന്ന നാടകവും, ഏകപാത്ര നാടകം ചോരയുടെ വർത്തമാനം, കോമഡി ഉത്സവം ഫെയിം അനന്തു അവതരിപ്പിക്കുന്ന കോമഡി ഷോ, നൃത്യങ്ങൾ, വട്ടക്കളി എന്നിവയും അരങ്ങേറും. നവമാധ്യമ കാഴ്ചയുമായി തിരിച്ചെത്താം ഇടവേള കഴിഞ്ഞ്. 2 പതിറ്റാണ്ട് മുൻപുള്ള സുവർണ ചരിത്രം, കുന്നംകുളത്തിന് നൽകിയ സുവർണ പാരമ്പര്യം.
ചരിത്രവും പാരമ്പര്യവും സ്വർണ്ണലിപിയിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം സമർപ്പിക്കുന്നു. സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നിമിഷങ്ങൾ പരിശുദ്ധിയിൽ തീർത്ത പൊന്നിൽ നിന്നാകട്ടെ. മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വാർത്തയിലേക്ക്. കുമരനെല്ലൂർ വെള്ളാളൂരിൽ സ്വകാര്യ വ്യക്തിയുടെ കുളത്തിൽ 13 വയസ്സുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കുമരനെല്ലൂർ കൊട്ടാരത്തൊടി അൻവർ റസിയ ദമ്പതികളുടെ മകൻ അൽ അമീനാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 4 മണി മുതൽ കുട്ടിയെ കാണാതാവുകയായിരുന്നു. തുടർന്ന് തൃത്താല പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. നാട്ടുകാർ ചേർന്ന് നടത്തിയ തെരച്ചിലിൽ വെള്ളാളൂരിലെ സ്വകാര്യ വ്യക്തിയുടെ കുളത്തിലെ കൽപ്പടവിൽ കുട്ടിയുടെ ചെരിപ്പും വസ്ത്രവും കണ്ടെത്തുകയായിരുന്നു. പട്ടാമ്പിയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘം നടത്തിയ തെരച്ചിലാണ് രാത്രി 11 മണിയോടെ മൃതദേഹം കുളത്തിൽ നിന്നും പുറത്തെടുത്തത്. തൃത്താല പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾക്ക് ശേഷം മൃതദേഹം പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പെരിയമ്പലം അതിജീവന കലാ സാംസ്കാരിക സമിതിയുടെ പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. അണ്ടത്തോട് പെരിയമ്പലം ആസ്ഥാനമായി 4 വർഷമായി ജീവകാരുണ്യ കലാ സാംസ്കാരിക സാമൂഹിക മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയായ അതിജീവന കലാ സാംസ്കാരിക സമിതി ഇതിന്റെ പ്രവർത്തനം വിപുലീകരിക്കുന്നതിനായാണ് ഓഫീസ് പ്രവർത്തനം സജീവമാക്കിയത്. ഓഫീസ് ഉദ്ഘാടന കർമ്മം യഹിയ മന്ദലാങ്കുന്ന് നിർവഹിച്ചു. സുബൈർ ഐനിക്കൽ, തൗഫീഖ് മാലിക്കുളം, ക്ലബ്ബ് ഭാരവാഹികളായ ഷംസീർ മടപ്പൻ, മുനീർ പെരിയമ്പലം, അയ്യൂബ് പെരിയമ്പലം, ബാബു പെരിയമ്പലം, ഷമീർ ഏറാട്ടയിൽ, റൌഫ് പെരിയമ്പലം എന്നിവർ പങ്കെടുത്തു. നവമാധ്യമ കാഴ്ച. കൈ എത്താവുന്നിടത്തോളം ഉയർത്തി ചായ അടിക്കുന്ന ചായക്കടക്കാരൻ എല്ലാവർക്കും കൗതുകമാണ്. എന്നാൽ ഈ ചേച്ചി നമ്മുടെ ചേട്ടന്മാരെയും വെല്ലുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. കേരളത്തിലെങ്ങാനും ആയിരുന്നെങ്കിൽ ഒരു വെല്ലുവിളിയായേനെ. ദൃശ്യം പങ്കുവച്ചിരിക്കുന്നത് കുഞ്ഞാലി കോട്ടൂൽ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 6720 രൂപ, പവന് 53760 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 89 രൂപ. ചരമം. പറപ്പൂർ പുറത്തൂർ വിൻസെന്റ് ഭാര്യ ലില്ലി ടീച്ചർ നിര്യാതയായി 75 വയസ്സായിരുന്നു. സംസ്കാരം പറപ്പൂർ സെന്റ് ജോൺ നെബുംസ്യൻ ഫൊറോന പള്ളിയിൽ നടന്നു. ചാലിശ്ശേരി CPIM പാർട്ടി ഓഫീസിന് സമീപം താമസിക്കുന്ന പാരിക്കുന്നത്ത് പരേതനായ അലിയാർ മകൻ PMA ഷൌക്കത്ത് നിര്യാതനായി 54 വയസ്സായിരുന്നു. സംസ്കാരം ചാലിശ്ശേരി മുഹിദ്ദീൻ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ. റസീന ഭാര്യയും ഐഷ, അലിയാർ, അമീൻ അഹമ്മദ്, അൻവർ ഹുസൈൻ, അക്സ, ആസിയ എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂരിൽ CPIM-ഉം BJP-യും തമ്മിൽ അന്തർധാരയുണ്ടെന്ന് വ്യക്തമായതായി K മുരളീധരൻ. സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള മേയർ MK വർഗീസിന്റെ തുറന്നുപറച്ചിൽ മുഖ്യമന്ത്രിയുടെ മനസ്സിലിരിപ്പാണെന്നും മുരളി. തൃശൂർ പൂരത്തിന് നാളെ കൊടിയേറും. പ്രധാന പങ്കാളിത്തം വഹിക്കുന്ന പാറമേക്കാവ്, തിരുവമ്പാടി ക്ഷേത്രങ്ങളിലും ഘടകപൂരങ്ങളായി പങ്കെടുക്കുന്ന 8 ക്ഷേത്രങ്ങളിലുമാണ് പൂരം കൊടിയേറുന്നത്. ഈ മാസം 17-ന് സാമ്പിൾ വെടിക്കെട്ട്, പുരാഘോഷം 19-ന്. എടപ്പാൾ വട്ടംകുളം ചുറ്റഴിക്കുന്നിൽ ഗർഭിണിയെ കെട്ടിയിട്ട് സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. തറവട്ടത്ത് വിശാഖിന്റെ ഭാര്യ രേഷ്മയുടെ ആഭരണങ്ങളാണ് മോഷ്ടാവ് കവർന്നത്. പോലീസ് അന്വേഷണം ഊർജിതം. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലായാണ് തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷിക്കുന്നത്.
തിരുനാൾ CCTV പ്രാദേശികം ചാനലിലൂടെ ശനി ഞായർ ദിവസങ്ങളിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.